ഹലോ ഗായ്സ്, അവർക്ക് നമ്മുടെ എഡിയം വ്ളോഗ് ആൻഡ് ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മളൊരു പുതിയ ബൈക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ആ വണ്ടിയുടെ പേരെന്ന് പറയുന്നത് KTMൻ്റെ RC ആണ് ഗായ്സ്. RC 390 ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വണ്ടി വാങ്ങാനാണ്. നമ്മളതിൽ ആദ്യം ഒരു താർ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് വിറ്റു. ഞങ്ങളൊരു പുതിയ വണ്ടി വാങ്ങണം. നമ്മൾ നേരെ വന്നിരിക്കുന്നത് ബൊലേറോയുടെ ഷോറൂമിലോട്ടാണ്. ഇതാണെങ്കിൽ ഇപ്പം 2 താറ്, ഒരു സ്കോർപ്പിയോ, ഒരു ബൊലേറോയുടെ ഷോറൂമില്ല, മഹീന്ദ്രയുടെ ഷോറൂമാണ്. ഏകദേശം മാറിപ്പോയതാണ്, സോറി. നമ്മളിവിടേക്ക് വന്ന സമയത്ത് ഇവിടെ എൻ്റെ ഫേവറേറ്റ് വെഹിക്കിളായ താറുണ്ട്. നമുക്ക് താറ് തന്നെ പർച്ചേസ് ചെയ്താലോ? അപ്പോൾ താറ് തന്നെ പർച്ചേസ് ചെയ്യുന്നത്. റെഡ് വേണോ അതോ ബ്ലാക്ക് വേണോ? ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്യാം. എന്തായാലും വണ്ടിയെല്ലാം വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ താറ് വാങ്ങാൻ വേണ്ടിയല്ല ക്യാഷ്, താറ് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ക്യാഷ്. കാരണം നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പം ഇതിൻ്റെ ഓണം കൂടി അങ്ങനെ കാണുന്നില്ല എൻ്റെ ക്യാഷ്. ഇതിൻ്റെ ഓണറിന് ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടതാണല്ലോ ക്യാഷ്. ഇയാളാണ് തരാൻ പറ്റുമോ? ടെസ്റ്റ് ഡ്രൈവോ? ഏത് വണ്ടി? മഹീന്ദ്രയുടെ താറ്. ഓക്കെ, നിന്നെ കണ്ടിട്ടത് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തന്നാൽ മതി. അങ്ങനെയാണ്. എന്നാൽ പിന്നെ നീ കാറിനകത്ത് കയറി ചാവി എടുത്തിട്ട് വരാം. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ ഗായ്സ്, നമുക്ക് ഞാൻ ചാവി പുള്ളിക്കാരന് വന്ന് വണ്ടി കയറി ഈ വണ്ടി എടുത്തിട്ട് അപ്പം ടെസ്റ്റ് ഡ്രൈവിനാണ് നമ്മൾ ചോദിച്ചത്. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് തന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വരിക്കില്ല ഗൈസ്. ഞാൻ നമ്മളെ വീട്ടിലോട്ടാണ് ഗൈസ് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഇതാരാ കിടക്കുന്നത്? താൻ കയറിയില്ലേ? കയറട വേഗം. ഗൈസ്, പുള്ളിക്കാരൻ കയറിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. എന്ത് വീട്ടിലോട്ടോ? അവരുടെ വീട്ടിലോട്ട്? സാറേ, ഞാൻ വെറുതെ പറഞ്ഞാൽ സാറേ, നമുക്ക് ഈ വണ്ടി ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഓഫ് റോഡൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയ കാശ് ഉള്ളും ഞാൻ തിരിച്ചു തരേണ്ടി വരും. അയ്യോ, ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പം തൻ്റെ റിസ്ക് ഞാൻ ചെയ്തോ? ഓക്കെ ഗൈസ്, എൻ്റെ റിസ്ക് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് നോക്കി സ്റ്റെപ്പൊന്ന് കയറ്റി നോക്കിയാലോ? ഗൈസ്, റോഡിലൂടെ പോകുന്നത് പോലെ ഉണ്ട് ഗൈസ്, കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇയാളെ ആദ്യം ഒഴിവാക്കണം ഗൈസ്. എവിടേക്ക് പോകും? നമുക്ക് ബീച്ച് കൊണ്ടുപോകാം ഗൈസ് ഇയാളെ. ഓക്കെ, നമുക്ക് ഇതുവഴിയാണ് ഗൈസ് ബീച്ചിലോട്ട് പോകേണ്ടത്. നമുക്ക് നേരെ ബീച്ചിലോട്ട് കത്തിച്ച് വിട്ടേക്കാം. ഓക്കെ, നമുക്ക് ബീച്ച് എവിടെയാണ്? ബീച്ച് ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്തോട്ടാണ് ഗൈസ്, ബീച്ചിൻ്റെ അടുത്തോട്ട് ബീച്ചിലേക്ക് പോകേണ്ടത്. പക്ഷെ അതുവഴി പോലീസ് സ്റ്റേഷനാണ് ഗൈസ്. എന്തെങ്കിലും ഇയാളെന്താ കേസ് കൊടുക്കുമോ? നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ട് പോവാം ഗൈസ്. ഇവിടുന്ന് വലത്തോട്ടാണ് ഗൈസ് ബീച്ചിലോട്ടുള്ള റോഡ്. ഓക്കെ, നമ്മളെന്തായാലും ഗൈസ് എടോ, താൻ പരിപാടിയാണോ കാണിച്ചത്? പുതിയ വണ്ടിയാണ് ഇത് നശിപ്പിച്ച് കളഞ്ഞത്. അയ്യോ സാറേ, പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല, ഡോറ് തുറന്നു പോയിട്ടല്ലേ ഉള്ളൂ. എന്നാലും ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഏകദേശം ആ ഡോറിൻ്റെ ജാമർ മാറ്റില്ല, ഒരു 500 രൂപയൊക്കെ ഉണ്ടാവും സാറേ. അതൊക്കെ ഞാൻ തന്നോളാം, അതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. സാർ ആദ്യം ഡോറൊന്ന് വഴിയേക്ക് അടച്ചാട്ടെ. ഓക്കെ ഗൈസ്, സാറേ അടയ്ക്ക് സാറേ ഡോറ്. ഗൈസ്, അയാൾ എന്തായാലും വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാം. എന്നിട്ട് അയാളെ വെള്ളത്തിലിട്ട് നമുക്ക് വണ്ടി എടുത്ത് സ്ഥലം വിടാം ഗൈസ്. താൻ ഈ വണ്ടിയുടെ പരിപ്പ് എടുക്കുവോളോ? ഇല്ല സാറേ, ഇതാ എന്തേ പറ്റി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇത് റിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം. താൻ ഇതെങ്ങോട്ടാണോ വരുന്നത്? നമുക്ക് തിരിച്ച് ഷോറൂമിലോട്ടല്ലേ പോകേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കടൽ കണ്ടിട്ട് പോവാം സാറേ. എടോ, എനിക്ക് കടൽ പേടിയാണ്, എനിക്ക് വെള്ളം അലർജിയാണ്.
ഓഹോ, അപ്പോൾ കുളിക്കലൊന്നും ഇല്ല അല്ലേ? ഇങ്ങോട്ട് ഇറങ്ങി സാറേ. ഇല്ല, ഞാൻ ഇറങ്ങില്ല.